അവർ പ്രതീക്ഷിച്ചിരുന്ന 6-8 സീറ്റുകൾ മാത്രം ലഭിക്കും എന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് ഇത്ര വലിയ 100-ന് മുകളിൽ സീറ്റ് നേടി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വിജയ് വരുന്നത്. വിജയ് പോലും ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് 2 വട്ടം കയ്യിൽ നുള്ളി നോക്കിയതിന് ശേഷമാണ് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി പോയത്. വർഗീയതയ്ക്കെതിരെ, സംഘപരിവാർ ശക്തികൾക്കെതിരെ, എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ അതിശക്തമായി നിലകൊണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് ഈ പറഞ്ഞ സ്റ്റാലിൻ. ആ സ്റ്റാലിനെ നേരമൊന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തള്ളിപ്പറഞ്ഞുകൊണ്ട് TVKക്ക് പിന്തുണയുമായിട്ട് കോൺഗ്രസ് പോകുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ ഏത് പ്രാദേശിക കക്ഷിയാണ് ഇനി കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത്? ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മംഗലാപുരം വരെ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു ഹെലികോപ്റ്ററിന് പോയി നിങ്ങൾ സമ്മതിക്കുമായിരുന്നു. ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റിനാണ് പോയിട്ടുള്ളത്. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി അദ്ദേഹം കണ്ടിരിക്കുന്നത് ആരെയാണ്? മൂകാംബികയിൽ ദർശനം നടത്തി, സമ്മതിക്കുന്നു. പക്ഷെ മൂകാംബികയുടെ ദർശനം നടത്താൻ വേണ്ടിയിട്ട് JDS നേതാക്കളെ കാണേണ്ട കാര്യമെന്താ? ഇപ്പോൾ VD സതീശന് പകരമായിട്ട് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ആണ് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം നടക്കുന്നുണ്ട്. VD സതീശൻ എന്ന നല്ല പ്രാസംഗികനോട് നമുക്ക് വളരെ ഇഷ്ടമാണ്. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ VD സതീശനെ ഇപ്പോൾ നയിക്കുന്നത് ആരാണ് എന്നുള്ളിടത്ത് വലിയ ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. നമസ്കാരം സാർ, തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 2 ദിവസമായി. ഇപ്പോഴും പല സ്ഥലത്തും അലവലികൾ അടങ്ങിയിട്ടില്ല. ബംഗാളിലും മമത രാജു പോലും വെച്ചിട്ടില്ല. പറയുന്ന കാരണം അട്ടിമറി തിരിമറി ആരോപണങ്ങളാണ്. കേരളത്തിൽ നിലവിൽ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതൊരു വശത്ത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയായ ഒന്നാണ് VD സതീശന്റെ പ്രവചനങ്ങൾ. 100 സീറ്റ് ലഭിക്കുന്നു പറഞ്ഞു, 102 സീറ്റ് ലഭിച്ചു. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുന്നു പറഞ്ഞു, 13 മന്ത്രിമാർ തോറ്റു. ഇത് ഇത്രയും കൃത്യമായ ഒരു പ്രവചനം അതുപോലെ പല കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നോക്കുമ്പോൾ സതീശന്റെയും കോൺഗ്രസിന്റെയും ഗ്രൗണ്ട് ലെവൽ സ്റ്റഡീസിന്റെ മികവും കൃത്യതയുമാണോ അതോ മറ്റെന്തെങ്കിലും ഡീൽ ആരോപണങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടാവും കഥ? അതായത് കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഈ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള ചില ഡയലോഗുകൾ വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെയുള്ള ചില ഡയലോഗുകൾ പറഞ്ഞ സമയത്ത് ചില CPM പ്രവർത്തകർ തന്നെ ചോദിക്കാൻ തുടങ്ങിയിരുന്നു, ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ ഇദ്ദേഹം ആരാണ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതവിടെ നിൽക്കട്ടെ. ആ ധാർഷ്ട്യത്തെയും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത് ഏകപക്ഷീയമായിട്ട് പോകും എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് 10 വർഷക്കാലം ഒരാൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഇലക്ഷൻ്റെ പോളിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതിനെ വേണമെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നും പറയാം. പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സമയത്ത് 60 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുത്ത, ഇപ്പം ചെല്ലാനത്ത് 10-60 വർഷം കാലമായിട്ട് ഈ കടൽഭിത്തിയില്ലാതിരുന്ന സ്ഥലത്ത് കടൽഭിത്തിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ വയനാട് ദുരിതമനുഭവിച്ചവർക്ക് വീടുകൾ വെച്ച് നൽകിയ ഒരു സർക്കാരാണിത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരാണിത്. നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്ത ഒരു സർക്കാരാണിത്. അപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സർക്കാരിന്, അവകാശപ്പെടാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഏതാനും ചില വാക്കുകളിലേക്ക് മാത്രമായിട്ട് ആ ഭരണവിരുദ്ധ വികാരം ഒതുങ്ങിപ്പോവുകയാണ്. നമ്മുടെ ഹൈടെക് സ്കൂളുകൾ നോക്കുക, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നോക്കുമ്പോഴും കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു ജനവിധി എന്ന് പറയുന്നത് പല ആളുകളും, പല കമ്മ്യൂണിസ്റ്റുകൾ തന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ ജോർജുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചില ഡയലോഗുകൾ, അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില ധാർഷ്ട്യങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി CPM-നെ സംബന്ധിച്ച് CPM കൃത്യമായിട്ട് പഠനം നടത്തി, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടൊരു പഠനം നടത്തി തോൽവിയെക്കുറിച്ച് കൃത്യമായിട്ട് പൊതുസമൂഹത്തോട് പറയും എന്ന് തന്നെയാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് മുമ്പിൽ വരുന്ന ചില സംശയങ്ങളുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്, അസമിലും വെസ്റ്റ് ബംഗാളിലും നടന്നിരിക്കുന്നത് വോട്ട് ചോറിയാണ്, അല്ലെങ്കിൽ വോട്ട് സ്റ്റോളൻ ആണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം തമിഴ്നാടിനെ അഡ്രസ്സ് ചെയ്യാതെ പോയത്? തമിഴ്നാട്ടിൽ TVK പോലും കരുതിയിട്ടില്ല ഇതേ രീതിയിലുള്ള ഒരു സീറ്റ് അവർക്ക് നേടാൻ സാധിക്കുമെന്ന്. അവർ പ്രതീക്ഷിച്ചിരുന്ന 6-8 സീറ്റുകൾ മാത്രം
ലഭിക്കും എന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് ഇത്ര വലിയ 100-ന് മുകളിൽ സീറ്റ് നേടി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് വിജയ് വരുന്നത്. വിജയ് പോലും ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് 2 വട്ടം കയ്യിൽ നുള്ളി നോക്കിയതിന് ശേഷമാണ് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി പോയത്. ഇതാ ഇപ്പോൾ തൃഷയും കൂടി വിജയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊക്കെ ഒരു തിരക്കഥ പോലെ, എല്ലാം ഒരു തിരക്കഥ പോലെയാണ്. കാരണം BJP-യുടെ ബാക്കപ്പ് ഇല്ലാതെ വിജയെ പോലെ ഉള്ള ഒരാൾ തമിഴ്നാട്ടിൽ ഇതേ രീതിയിൽ പ്രചരണം നടത്തില്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്ക് മനസ്സിലാവുന്നതാണ്. ആ TVKക്ക് ഇപ്പോൾ കോൺഗ്രസ് കൈ കൊടുത്തിരിക്കുന്നു. ഇന്നലെ വരെ ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയതയ്ക്കെതിരെ, സംഘപരിവാർ ശക്തികൾക്കെതിരെ, എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ അതിശക്തമായി നിലകൊണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് ഈ പറഞ്ഞ സ്റ്റാലിൻ. ആ സ്റ്റാലിനെ നേരമൊന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തള്ളിപ്പറഞ്ഞുകൊണ്ട് TVKക്ക് പിന്തുണയുമായിട്ട് കോൺഗ്രസ് പോകുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ ഏത് പ്രാദേശിക കക്ഷിയാണ് ഇനി കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത്? ഏത് കക്ഷി വിശ്വസിക്കും? അവസരവാദം. സമാജ്വാദി പാർട്ടി വിശ്വസിക്കുമോ? RJD വിശ്വസിക്കുമോ? നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നതാണെങ്കിൽ അവർ വിശ്വസിക്കുമോ? ഈ നവീൻ പട്നായിക്കിൻ്റെ അനാഥമായി കിടക്കുന്ന ഒഡീസയിലെ പാർട്ടി അവർ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശ്വസിക്കുമോ? ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു രാത്രി നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ DMKയുടെ വോട്ട് മേടിച്ച് ജയിച്ച കോൺഗ്രസ് MLA-മാർ TVKക്ക് പിന്തുണയുമായിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണ്. സ്റ്റാലിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി, അതായത് രാഹുൽ ഗാന്ധിക്ക് സമ്പൂർണമായ പിന്തുണ കൊണ്ട് നിന്ന സ്റ്റാലിനെ പോലെ ഉള്ള ഒരു മുഖ്യമന്ത്രി, MLA-മാരെ നൽകിയ, MP-മാരെ നൽകിയ ഒരു മുഖ്യമന്ത്രിയെയാണ് രാഹുൽ ഗാന്ധി നിഷ്കരുണം തള്ളിക്കളയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മര്യാദ എന്താണ് എന്ന് എല്ലാ പ്രാദേശിക കക്ഷികളും ഇനി ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് മംഗലാപുരത്ത് പോയി VD സതീശൻ JDS നേതാക്കന്മാരെ കണ്ടതിനെ ഒരു സ്വാഭാവിക സന്ദർശനം എന്ന രീതിയിൽ നമുക്ക് എഴുതിത്തള്ളാൻ വേണ്ടി സാധിക്കത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും വേണ്ട രീതിയിൽ ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ള വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഇതേ രീതിയിൽ വളരെ ഇതായി തള്ളിക്കളഞ്ഞത്? ഒരു ചർച്ചയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞു. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ബിഗ് TV മാത്രമാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. പിന്നെ ഏതാനും ചില ഓൺലൈൻ ചാനലുകളും. അതിനപ്പുറത്തേക്ക് മറ്റാരും ഇത്ര ഗൗരവകരമായ ഒരു വിഷയത്തെ എന്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അവരെയൊക്കെ അങ്ങോട്ട് മൂക്കിൽ വലിച്ച് കയറ്റുമോ എന്നുള്ള ഒരു ഭയമാണ് അവർക്കുള്ളത്. അതിന് കാരണം എന്താണ് നമ്മൾ അന്വേഷിച്ചേ പറ്റൂ. BJP ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു. BJP ഇവിടെ അക്കൗണ്ട് തുറക്കുന്നതിനെക്കുറിച്ച് 24 ന്യൂസിൻ്റെ റിപ്പോർട്ടർ VD സതീശനോട് ചോദിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമല്ലേ? അവർ 3 പേര് നിയമസഭയിൽ വന്നിരുന്ന് ജനാധിപത്യ രീതിയിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് നമുക്കെന്താണ് പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ VD സതീശൻ്റെ പാർട്ടി അല്ലെങ്കിൽ VD സതീശൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണോ അതോ നരേന്ദ്രമോദിയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകത്തില്ലേ? രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കന്യാകുമാരി മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയുമായിട്ട് നടന്നത്? ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ BJP എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കെതിരെയല്ലേ നടന്നത്? അതിനുശേഷം ആ പാർട്ടിയിൽപ്പെട്ട 3 ആളുകൾ 3 സ്ഥലങ്ങളിൽ വിജയിക്കുന്നു. ചാത്തന്നൂർ, കഴക്കൂട്ടം, നേമം. ഈ 3 സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടവിടെ പോയി. കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടവിടെ പോയി. വളരെ ഗൗരവകരമായിട്ട് പരിശോധിക്കപ്പെടേണ്ട വിഷയമല്ലേ? കോൺഗ്രസിന് ബഹുഭൂരിപക്ഷം ലഭിക്കുന്ന സമയത്ത് CPM-ൻ്റെയോ അല്ലെങ്കിൽ LDF അനുഭാവികളുടെയോ മാത്രം വോട്ട് നേടിയിട്ടാണ് എന്ന് നമ്മളാരും കരുതണ്ട. അതിനകത്ത് BJP-യുടെ വോട്ടുകളുണ്ട്. അതിനകത്ത് മംഗലാപുരത്തെ സന്ദർശനവുമായിട്ട് കെട്ടേണ്ടതുണ്ട്. അതിനുമൊക്കെ അപ്പുറത്ത് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. സ്വാഭാവികമായിട്ടും ഏതൊരു സ്ഥാനാർത്ഥിക്കും ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ 10 വോട്ട് മേടിക്കുന്ന സ്ഥാനാർത്ഥിയും പറയും ഞാൻ ജയിക്കുമെന്ന് പറയും. ഇപ്പോൾ പാലായിൽ മത്സരിച്ചിട്ടുള്ള ഒരു സന്തോഷ് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധിക്കെതിരെ വരെ പോയി മത്സരിച്ചിട്ടുണ്ട്. ഈ സന്തോഷ് പുളിക്കലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ് പുളിക്കൻ പറയും ഞാൻ ജയിക്കും എന്ന് പറയും. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഇടുക്കിയിൽ റോയ് കെ പൗലോസിനെ പോലെയുള്ള, അതായത് റോഷി അഗസ്റ്റിൻ തീരെ അശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവിടുത്തെ സമുദായ സമവാക്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത്, എല്ലാം പരിശോധിക്കുന്ന സമയത്തും റോഷി അഗസ്റ്റിന് അനുകൂലമായിട്ട് തന്നെയാണ് കാലാവസ്ഥ നിന്നിരുന്നത്. പക്ഷേ 22,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് റോയ് കെ പൗലോസ് റോഷി അഗസ്റ്റിനെ അട്ടിമറിച്ചത്. ഞാൻ സമ്മതിക്കുന്നതേ. പക്ഷേ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, എന്താണ് റോയ് കെ പൗലോസിന്
തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണ വാഹനം തയ്യാറാക്കാനും നിയോജക മണ്ഡലം മുഴുവൻ നിറയ്ക്കാനുള്ള ഫ്ലെക്സുകൾ അടിക്കാനായിട്ടും ഉണ്ടായിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഘടകം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള അസമിലും വെസ്റ്റ് ബംഗാളിലും അട്ടിമറി നടന്നു അല്ലെങ്കിൽ വോട്ട് സ്റ്റോളൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇതും കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരു റാഷിദും അതോടൊപ്പം തന്നെ ഒരു VD സതീശനും മാത്രമാണ് 102 സീറ്റുകളിലേക്ക് ഈ പാർട്ടി അല്ലെങ്കിൽ UDF എത്തുമെന്ന് പറഞ്ഞത്. UDF അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. UDF അധികാരത്തിൽ വരേണ്ടത് തന്നെയാണ്. അതിനെ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ നടത്തിയിട്ടുള്ള ഡെമോക്രാറ്റിക്കൽ ആക്ടിവിറ്റീസിനെ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ SDP-യുടെ ഒരു സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് വന്ന സമയത്ത് VD സതീശൻ ചെലുത്തിയ പ്രഷർ അത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുമോ? ഏറ്റവും ഒടുവിൽ SDP-യുടെ ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നിടം വരെ പ്രഷർ ചെലുത്തിയതിന് പിന്നിൽ ആരാണ്? കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കണം. BJP-യുടെ 3 MLA-മാർ കേരള നിയമസഭയിൽ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലേ എന്ന് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഐഡിയോളജി എന്താണ്? അയാളുടെ കോൺഗ്രസ് ആശയം എന്താണ്? ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മംഗലാപുരം വരെ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു ഹെലികോപ്റ്ററിന് പോയി നിങ്ങൾ സമ്മതിക്കുമായിരുന്നു. ഇത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയിട്ടുള്ളത്. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി അദ്ദേഹം കണ്ടിരിക്കുന്നത് ആരെയാണ്? മൂകാംബികയിൽ ദർശനം നടത്തി, സമ്മതിക്കുന്നു. പക്ഷെ മൂകാംബികയുടെ ദർശനം നടത്താൻ വേണ്ടിയിട്ട് JDS നേതാക്കളെ കാണേണ്ട കാര്യം എന്താണ്? JDS NDAയുടെ ഭാഗമാണെന്ന് കൂടി പറയണം. JDS NDAയുടെ ഭാഗമാണ്. അത് കൂടാതെ ഈ പറഞ്ഞ ഫറൂഖ് എന്ന് പറയുന്നയാള് നമ്പർ 1 പവർ ബ്രോക്കറാണ് അദ്ദേഹം. BJP-ക്ക് വേണ്ടിയിട്ട് പലരെയും പർച്ചേസ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഈ ഫറൂഖ് എന്ന് പറയുന്നയാള്. അവിടെ DK ശിവകുമാർ ഈ വിവരം അറിഞ്ഞോ? സിദ്ധരാമയ്യ ഈ വിവരം അറിഞ്ഞോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ അവിടെ ചെന്നിരിക്കുന്നത്? അതല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് വായുവിൽ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു പേരല്ലേ ഇദ്ദേഹത്തിന്റെ? അങ്ങനെ ഒരു വ്യക്തി കർണാടകയിൽ ചെല്ലുമ്പോൾ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വേണ്ട ഇദ്ദേഹം മൂകാംബിക ദർശനത്തിന് വേണ്ടി പോകാനായിട്ട് DK ശിവകുമാർ ഇവിടെ വരുന്ന സമയത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ സർക്കാർ സൗകര്യങ്ങളും നൽകത്തില്ലേ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള VD സതീശൻ മൂകാംബിക ദർശനത്തിന് പോകുന്ന സമയത്ത് മംഗലാപുരത്ത് ചെല്ലുന്ന സമയത്ത് ആ കർണാടക സർക്കാർ അറിയാതിരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആതിഥേയത്വം സ്വീകരിച്ചത്? ഗൂഢാലോചന എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പല ആളുകളും പറയുന്നത് ഇതിന്റെ പിന്നിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇലക്ഷനിൽ വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ വലിയ ഡീലുകൾ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു വെക്കാം. ആ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ VD സതീശന് പകരമായിട്ട് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ആണ് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം നടക്കുന്നുണ്ട്. തെരുവിലിറങ്ങാൻ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തെരുവിലിറങ്ങാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയും Media One TV-യുടെയും ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സംസ്ഥാനം എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ VD സതീശനെതിരെ ഈ രാജ്യത്ത് ഒരാളും വിമർശനത്തിന് അതീതനല്ലെന്നേ. VD സതീശനെതിരെ നമ്മളൊരു വാക്ക് മിണ്ടിയാൽ, ഷാഫി പറമ്പിലിനെതിരെ ഒരു വാക്ക് മിണ്ടിയാൽ, നമ്മുടെ ആ വീഡിയോകൾക്കിടയിൽ വരുന്ന തെറികളിലെ പേര്, ആ നാമധാരികളെന്ന് എടുത്തു നോക്കിക്കേ. എത്ര ഫേക്ക് ഐഡികളാണ്, എത്ര നീചമായ ഭാഷയിലാണ് വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മയും വരെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV-യുടെ മുൻവശത്തേക്ക് ഒരു യാത്രയുമായിട്ട് ഇവർ പോകുന്നു. സ്വാഭാവികമായിട്ടും ഏത് മാധ്യമ സ്ഥാപനത്തിന് മുമ്പിലായിക്കൊള്ളട്ടെ, എവിടെയും ആളുകൾക്ക് പ്രതിഷേധിക്കാനായിട്ട് അവസരമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് ചെരുപ്പിലൊക്കെ അടിക്കാം, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിലേക്ക് തുപ്പണമെന്നുണ്ടെങ്കിൽ അത് ആര് ചെയ്യുന്നതാണത്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അത് ഏത് വ്യക്തികൾ ചെയ്യുന്നതാണ്? നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നവർ ആരാണ്? പ്രത്യേക വിഭാഗം. VD സതീശൻ ഇതൊന്നും കാണാതിരിക്കരുത്. ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങൾ അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നത് കൊണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത് കൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല. അതല്ലെങ്കിൽ നമ്മളെ പിടിച്ച് അങ്ങോട്ട് അകത്തിട്ടു എന്ന് കരുതിയിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊന്നും ഒരു സംശയവും വേണ്ട. കാരണം വലിയ അപകടത്തിലേക്കാണ് ഒരു സംസ്ഥാനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ശരിയാണെന്നേ, പിണറായി വിജയൻ തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതാരും ആയിക്കൊള്ളട്ടെ. അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറയാം. അദ്ദേഹം പ്രളയത്തിലും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, കോവിഡിലും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഉരുൾപൊട്ടിയപ്പോൾ അവിടെയും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വയനാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഫെസിലിറ്റി ഈ LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അവിടെയല്ലേ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഒക്കെ ശരിയാണ്, എല്ലാം സമ്മതിക്കുന്നു. അതിനപ്പുറത്തുള്ള എന്തോ ഒന്ന് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിലെ വിഷയമൊക്കെ ഇതിനു മുമ്പ് നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് തന്നെ ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടു. ഒരു ചാനലിലും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വലിയ വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ജാഗരൂകരായിട്ട് വേണം ഇരിക്കാനായിട്ട്. കോൺഗ്രസ് പ്രവർത്തകർ ഇതെല്ലാം ഭാവിയിൽ BJPക്കല്ലേ ഗുണമാകുമ്പോൾ? തീർച്ചയായിട്ടും ഇതെല്ലാം ഗുണമാകാൻ പോകുന്നത് ഭാവിയിൽ BJPക്കാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. കൃത്യമായൊരു അജണ്ട കേരളത്തിൽ BJP സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അജണ്ട അവർ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ CPM-നെ പോലെയുള്ള ഒരു പാർട്ടി ഇല്ലാതായി പോകരുത് എന്ന് കഴിഞ്ഞ ദിവസം AK ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്. AK ആന്റണിയുടെ ഭയപ്പാടും ഇത് തന്നെയാണ്. മുസ്ലിം ലീഗിനെ പോലെ മതേതര സ്വഭാവമുള്ള, ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് വലിയ കോലാഹലങ്ങൾ, വർഗീയവാദങ്ങൾ ഇവിടെ ഉയർന്നു വരുമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുമ്പോഴും മുസ്ലിം ലീഗിന് പോലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. വോട്ട് ബാങ്ക് തന്നെയാണ് എല്ലാവരെയും പ്രശ്നം. അല്ല, വോട്ട് ബാങ്ക് ആയിക്കൊള്ളട്ടെ, വോട്ട് ബാങ്ക് ഒക്കെ ശരിയാണ്. പക്ഷെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു സർക്കാർ ഇത് അട്ടിമറിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, CPM അനുഭാവികളുടെ വോട്ട് പോയിട്ടുണ്ടാവാം, പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ചില ഇടങ്ങളിൽ ഒരുങ്ങുന്നത് വലിയ വലിയ ബിസിനസ് കാഴ്ചപ്പാടുകളോടുകൂടി, പണ്ട് മുരളി ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് 1000 കോടിയുടെ സാമ്രാജ്യം എന്നൊക്കെ, സിനിമാ മുരളിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, വി ഡി സതീശൻ എന്ന നല്ല പ്രാസംഗികനോട് നമുക്ക് വളരെ ഇഷ്ടമാണ്, വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ വി ഡി സതീശനെ ഇപ്പോൾ നയിക്കുന്നത് ആരാണ് എന്നുള്ളിടത്ത് വലിയ ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. പല ആളുകളും വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ടിരുന്ന, ഇപ്പം ഞാൻ പറയട്ടെ, വി ഡി സതീശനെ സംബന്ധിച്ച് പറയാൻ നമ്മളുമായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രോഗ്രാം തന്നെ ഇനാഗുറേറ്റ് ചെയ്തത് വി ഡി സതീശനാണ്. അദ്ദേഹവുമായിട്ട് നമ്മൾക്കോ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആർക്കോ യാതൊരുവിധ പ്രശ്നമില്ല, എല്ലാവർക്കും സ്നേഹം മാത്രമാണുള്ളത്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകൾ, ആ നിലപാടുകൾ കേരളത്തിൽ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കും. ഈ വർഗീയ ധ്രുവീകരണം സംഭവിക്കാൻ പോകുന്നത് അത് BJPക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും. ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന, BJPയുടെ 3 MLA-മാരെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, BJP തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ട് കേരളത്തിൽ അവർ വളരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് മണിപ്പൂരിന് തുല്യമായിട്ട് മാറും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുല്യമായിട്ട് മാറും. കോൺഗ്രസും CPM-ഉം വർഗീയപരമായിട്ട് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കുമായിരിക്കും, ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ശരിയാണോ? തെറ്റാണെന്ന്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റാണ് എന്ന് ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും നമ്മുടെ നിലപാട് തന്നെയാണ്. അത് ഒരു വലിയ തിരിച്ചടിയായിട്ട് ഈ സർക്കാരിന് മാറിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും വി ഡി സതീശൻ്റെ നിലപാടുകളെ ഭയക്കേണ്ടതുണ്ട്. വെസ്റ്റ് ബംഗാളിലും അസമിലും നടന്നത് അട്ടിമറിയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടന്നതും എന്തൊക്കെയോ കേരളത്തിലും നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നടന്നതും അട്ടിമറി തന്നെയാണ്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പോൾ ബലമായി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലും നടന്നിട്ടുള്ളത് അട്ടിമറിയാണ്. വെസ്റ്റ് ബംഗാളിനെയും അതോടൊപ്പം തന്നെ ആസാമിനെയും ഈ തമിഴ്നാടിനെയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. ഭരണവിരുദ്ധ വികാരം എല്ലാം സമ്മതിക്കുന്നു.
CPM അനുഭാവികൾക്കിടയിലുള്ള അസ്വസ്ഥതകളെ സമ്മതിക്കുന്നു, മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷനെ സമ്മതിക്കുന്നു. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് VD സതീശന് അറിയാം എന്നുള്ളത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മംഗലാപുരം സന്ദർശനമെന്നും ഞാൻ വിശ്വസിക്കുന്നു.